പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് പോർട്ടബിൾ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള ഒരു സ്റ്റൗ ആണ്. ഇതിൻ്റെ പേര് പോർട്ടബിൾ ക്യാമ്പിംഗ് സ്റ്റൗ എന്നാണ്. അതേപോലെ തന്നെ ഔട്ട്ഡോർ ക്യാമ്പിംഗ് സ്റ്റൗ എന്നാണ്. അപ്പോൾ ഇതിന് 4 കാലുകളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾക്ക് തറയിൽ വെച്ചതിന് ശേഷം എവിടെയെങ്കിലും വെച്ചതിന് ശേഷം ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ഓട്ടോ ഇഗ്നിഷനുണ്ട്, ഇവിടെ സ്പാർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വിങ്സ് ഇത് നമുക്ക് പുറത്തോട്ട് തിരിക്കാം, ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് തിരിക്കാം. വലിയ പാത്രമാണെങ്കിൽ ഇത് പുറത്തോട്ട് തിരിച്ച് വെച്ചാൽ മതി. ഞാനിപ്പം ഇത് ഞാൻ ഉപയോഗിക്കുന്ന പാത്രത്തിന് സെറ്റാകുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ പുറത്തോട്ട് തിരിച്ച് വെക്കുകയാണെങ്കിൽ ഈ വിങ്സ് മടക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ വേറൊരു മോഡലുണ്ട്. അതിന് ഇതേപോലെ വിൻഡ് ഷീൽഡില്ല, ഇങ്ങനെ കമ്പികളായിരിക്കും, വിങ്സ് ആയിരിക്കും, ഇങ്ങനെ 4 എണ്ണം ആയിരിക്കും. അതൊരിക്കലും വാങ്ങാണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ പുറമേ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാകും. ഇതിൻ്റെ തീ കെട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമാണെങ്കിൽ എത്ര കാറ്റടിച്ചാലും ഇതിനൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 550 തൊട്ട് ഒരു 800 രൂപ വരെ പ്രൈസ് വേരി ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വില കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ തീരെ വില കുറഞ്ഞൊന്നും പോയി വാങ്ങിക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ 2 ലോക്ക് കണ്ടോ? ഇവിടെ ഒരു ലോക്കുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട്. ചിലതിന് ഈ ഒരു ലോക്ക് മാത്രമേ കാണത്തുള്ളൂ. അത് നല്ലതല്ല. ഈ സിലിണ്ടർ, ഇതാണ് ഇതിൻ്റെ സിലിണ്ടർ. ഈ സിലിണ്ടർ, ഗ്യാസ് സിലിണ്ടർ ഇവിടെ കൃത്യമായിട്ട് പ്ലേസ് ആകത്തില്ല. അങ്ങനെ ഒരെണ്ണം വരുവാണെങ്കിൽ നിങ്ങൾ ഉടനെ റീപ്ലേസ് അടിക്കേണ്ടതാണ്. അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇതുപയോഗിച്ച് നിങ്ങൾ ഒരു 2 പേർക്കുള്ള ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് ടൈം നിങ്ങളിതിൽ കുക്ക് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ല രീതിയിൽ ചൂടാവും. ബ്ലോവർ ചൂടായിട്ട്, ബർണർ ചൂടായിട്ട്, ചൂട് ഇതിലേ വന്നിട്ട് ഇവിടെ വരും. ഇതിൻ്റെ അകത്തൊരു ഓറിങ് ഉണ്ട്. ഈ ഓറിങ്ങിലാണ് ഈ സിലിണ്ടർ പോയിട്ട്, ഈ ഗ്യാസ് കാറ്ററിജ് പോയിട്ട് പ്ലേസ് ആകുന്നത്. ഈ ഓറിങ്ങിന് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ ഇതിലെ ഗ്യാസ് ലീക്കാവും. ഇവിടെ എന്താകുന്ന തീ ഇങ്ങോട്ട് പടരും, മൊത്തത്തിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാരണവശാലും ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതിന് യാതൊരുവിധ സർട്ടിഫിക്കേഷനും ഇല്ലാത്ത സാധനമാണ്, CEFC. അങ്ങനെ യാതൊന്നും ഇതിനില്ല. ഇതിൻ്റെ പേര് തന്നെ ഔട്ട്ഡോർ ക്യാമ്പിംഗ് സ്റ്റവ് എന്നാണ്. അതുകൊണ്ട് മാക്സിമം പുറമേ വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ സൈസ് ഇതാണ്. ഇത്രയും സൈസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. യാത്രകളിലൊക്കെ വണ്ടികൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് റോഡ് സൈഡിലൊക്കെ വെച്ച് സുഖമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗ്യാസ് സിലിണ്ടർ. ഇതിൻ്റെ പേര് ബ്യൂട്ടൈൻ ഗ്യാസ് എന്നാണ്. ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിൽ എപ്പോഴും വില കൂടുതലായിരിക്കും. കടയിൽ 130 രൂപ തൊട്ട് 150 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. ബ്യൂട്ടൈൻ ഗ്യാസ് സിലിണ്ടർ തരാൻ പറഞ്ഞാൽ മതി. മിക്കവാറും ഹാർഡ്വെയർ കടകളിലൊക്കെ കിട്ടും. ഇത് സാധാരണ സോൾഡറിങ്ങിന് വേണ്ടി, അതായത് AC റെഫ്രിജറേറ്റർ വർക്കിൻ്റെ കോപ്പർ പൈപ്പുകളൊക്കെ സോൾഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ബ്ലേസറിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പോൾ ടൗൺ ഏരിയകളിൽ എല്ലാ കടകളിലും നമ്മൾക്ക് ഇത് അവൈലബിൾ ആണ്. 130 തൊട്ട് 150 രൂപ വരെ കൊടുത്താൽ മതിയാകുന്നതാണ്. പിന്നെ കാറുകളിലൊക്കെ സൂക്ഷിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂട് ആകാത്ത സ്ഥലത്ത് നിങ്ങളിത് വയ്ക്കേണ്ടതാണ്. ചൂട് കൂടുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസിൻ്റെ പ്രഷർ കൂടും, ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇത് കണക്ട് ചെയ്യേണ്ടത്, ഇവിടെ 2 ലോക്കുണ്ട്. ഇവിടെ ഒരു കട്ടിങ്ങും ഉണ്ട് നമ്മുടെ ഈ സിലിണ്ടറിൽ. ഒരു ലോക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം അമർത്തുക, റൊട്ടേറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ഇത് ഓപ്പൺ ചെയ്ത് വെക്കരുത്. ഇതിൻ്റെ റെഗുലേറ്റർ, ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇതിന് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. വളരെ ലൈറ്റായിട്ട് മാത്രം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇഗ്നിഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഇത് ഓവറായിട്ട് ഓപ്പൺ ചെയ്യരുത്. ഓവറായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു ഫ്ലെയിം ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ കുറച്ച് മാത്രം ഓപ്പൺ ചെയ്തതിന് ശേഷം തീ കത്തിക്കുക. പിന്നെ അതിന് ആവശ്യത്തിന് തീ നമ്മൾക്ക് ആവശ്യാനുസരണം കൂട്ടിക്കൊടുക്കുക. പിന്നെ ഒരു കാര്യം ഓർക്കും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ഹീറ്റായി കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മറ്റുള്ള സൈറ്റുകളിലും ഇതൊക്കെ അവൈലബിൾ ആണ്. ഒരു 550 തൊട്ട് 800 രൂപ വരെ കൊടുത്താൽ മതി. നമുക്ക് യാത്രകളിലൊക്കെ സുഖമായിട്ട് നമ്മൾക്ക് അത്യാവശ്യം ഫുഡുകളൊക്കെ
ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരു 2-3 പേർക്കൊക്കെ ഫുഡൊക്കെ ഇതിലുണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടുതൽ പേർക്കുണ്ടാകുമ്പോൾ അപകടങ്ങളുണ്ടാകാൻ സാധ്യത ഉണ്ട്.